കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച. ഒരു അധ്യാപകനും തൻ്റെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ നേരനുഭവം. ട്രാൻസ്ഫറായി പോകുന്ന അധ്യാപകനെ ഏറെ വൈകാരികതയോടെ വഴി തടഞ്ഞു വെച്ച കുട്ടിക്കൂട്ടത്തെക്കുറിച്ചാണ് വാർത്ത. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു പ്രേമൻ മാഷ്. അത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ ബോധ്യമാകും. പാലക്കാട് പഴയ ലക്കിടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറായി പോകുന്ന പ്രേമൻ മാഷിനെയാണ് കുട്ടിക്കൂട്ടം കരഞ്ഞുകൊണ്ട് വഴി തടഞ്ഞത്. അയ്യോ മാഷെ പോകണ്ടായെന്ന് ഓരോരുത്തരും അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ മാഷിന് പോകാതിരിക്കാനാവില്ലല്ലോ. കുട്ടികളോട് ട്രാൻസ്ഫറാണ്, തിരികെ വരുമെന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേമൻ മാഷും സഹ അധ്യാപകരും പരാജയപ്പെട്ടു. ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വരാമെന്നുറപ്പു നൽകി പ്രേമൻ മാഷ് പടിയിറങ്ങി. ഈ കുട്ടികളുമായി കേവലം 3 വർഷത്തെ പരിചയം മാത്രമേ പ്രേമൻ മാഷിനുള്ളൂ. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി ഈ അധ്യാപകൻ മാറിയിരുന്നു. അധ്യാപകൻ എന്നതിലുപരി കുട്ടികളുടെ വഴികാട്ടിയായി. എല്ലാ രക്ഷിതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തി. കുട്ടികളിൽ സേവന മനോഭാവം വളർത്തി. ഒപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ അധ്യാപകൻ മുന്നിലുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രേമൻ മാഷെ മറ്റ് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. വേനലവധിക്കാലത്ത് അധ്യാപക പരിശീലനങ്ങളിലും സജീവമായിരുന്നു ഈ അധ്യാപകൻ. 2003 ഒറ്റപ്പാലം മനിശ്ശേരി കപ്പൂരപ്പടി വീട്ടിൽ പ്രേമൻ അധ്യാപകനായി സർവീസിൽ പ്രവേശിക്കുന്നത്. ജോലി ചെയ്ത എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുമായി അടുത്ത ആത്മബന്ധം പുലർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഏറെ സന്തോഷത്തോടെ പ്രേമൻ മാഷ് പറയുന്നത്. അലമുറയിട്ട് കരയുന്ന കുട്ടിക്കൂട്ടത്തിന്റെ വൈകാരിക പ്രകടനം പ്രേമൻ മാഷുമായുള്ള കുട്ടികളുടെ ആത്മബന്ധത്തെ തുറന്നുകാട്ടുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.